നമ്മുടെ രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യത ഉള്ള ഒരു സർവേ എന്ന് പറയുന്നത് CSDS സർവേ തന്നെയാണ്. CSDS സർവേ അവർ എത്ര സീറ്റ് ലഭിക്കും എന്ന് അവർ പറയുന്നില്ല. BJPക്കോ ഇല്ലെങ്കിൽ INDA മുന്നണിക്കോ പറയുന്നില്ല. ലോക് നീതി സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ജബ്ലിംഗ് സൊസൈറ്റി CSDS സർവേ പ്രകാരം അവർ പറയുന്നത് BJP തന്നെ ഒന്നാമതെത്തും, BJP തന്നെ അധികാരത്തിൽ. അതിനവർ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് BJP അധികാരത്തിൽ എത്തുമെന്ന് ഉള്ളതിൻ്റെ വിശദീകരണമായ കാരണങ്ങളാണ് ഇവർ പറയുന്നത്, സീറ്റിൻ്റെ എണ്ണമല്ല. കാരണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. BJPയോട് കിടപിടിക്കുന്നതോ ശക്തരായതായ എതിരാളികൾ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത് അവർ പറയുന്നത് പൊതുജനവികാരം ഇപ്പോഴത്തെ ഘട്ടത്തിൽ BJPക്ക് അനുകൂലമാണെന്നും സർവേ പറയുന്നു. മോദി മൂന്നാമത് അധികാരത്തിൽ എത്തും. ഭരണവിരുദ്ധ വികാരങ്ങളില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ ജനപിന്തുണ ലഭിക്കുന്നുമുണ്ട്. BJP വോട്ട് ചോദിക്കുന്നത് മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ പേരിലും മോദി ഫാക്ടറിൻ്റെ പേരിലുമാണ്. തെക്കേ ഇന്ത്യയിൽ നിന്നും കിഴക്കേ ഇന്ത്യയിൽ നിന്നുമായിരിക്കും ഇത്തവണ BJPക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുന്നത് എന്നും ഈ സർവേ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയേക്കാൾ 12% പോയിന്റുകൾക്ക് NDA മുന്നണി മുന്നിലാണ് എന്നുകൂടി പറയുന്നു. കോൺഗ്രസ് ചെറിയ തോതിൽ നില മെച്ചപ്പെടുത്തുമെങ്കിലും അത് BJPക്ക് ഭീഷണിയാകുന്ന തരത്തിലേക്ക് മാറില്ല എന്ന് ഈ സർവേ പറയുന്നു. മോദിക്കെതിരായ ഘടകങ്ങളായി സർവേ ചൂണ്ടിക്കാണിക്കുന്നത് നാണ്യപ്പെരുപ്പവും കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലുമൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇത് ചില സംസ്ഥാനത്തെങ്കിലും അല്പം സീറ്റ് പ്രതിപക്ഷ മുന്നണിക്ക് കൂട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ കൂടാൻ ഉള്ള ഇടയാക്കും എന്ന് പറയുന്നു. BJPയുടെ വോട്ട് പങ്കാളിത്തം 2019 37% 2014 എത്തുമ്പോൾ അത് 46% എത്തുമെന്ന് പറയുന്നു. അങ്ങനെ 46% എത്തുകയാണെങ്കിൽ അതൊരു വലിയ വിജയം തന്നെയായിരിക്കും BJPക്ക് സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.